നമസ്കാരം. ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ വഴിത്തല ചാപ്റ്റർ അവതരിപ്പിക്കുന്ന പോഡ്കാസ്റ്റ് JCI കണക്റ്റിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ അതിഥി ജോജോ കുമ്പളന്താനം. അദ്ദേഹം കട്ടപ്പന സ്വദേശിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതകളെപ്പറ്റി അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. ഡിജിറ്റൽ മീഡിയയുടെ എല്ലാ സാധ്യതകളും അത് എല്ലാ മേഖലകളിലും സാധാരണക്കാരിലേക്കും ഉൾപ്പെടെ എങ്ങനെ അത് കൊണ്ടുവരാം, അതല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ JCI കണക്റ്റിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് JCI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിൽ. കാരണം ഒരുപാട് ആളുകൾക്ക് അവെയർ അല്ലാത്തൊരു സബ്ജക്റ്റാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുക? ശരിക്കും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ്? സോഷ്യൽ മീഡിയയിലാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സമയം ചെലവഴിക്കുകയാണ്. അവിടെ നമുക്കെങ്ങനെ നമ്മളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സർവീസസിനെ, പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതിന് പൈസ കൊടുക്കണ്ട അല്ലേ? അപ്പം അതിൻ്റെ പ്രൊഡക്റ്റ് ആരാണ് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ ഓരോരുത്തരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിനെ നേരെ ഒന്ന് റിവേഴ്സ് ആംഗിളിൽ ചിന്തിക്കാം. നമ്മളിവിടെ ഇടുന്ന എഫേർട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസസിനെ വിൽക്കാനായിട്ട് ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സാധ്യത. ഇപ്പം ഞാൻ വരുന്നത് കട്ടപ്പനയാണ് സ്ഥലം. ഇന്ന് കാടമം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യുവാക്കൾ അത് ഇൻസ്റ്റാഗ്രാമിലൂടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതൊരു സാധ്യതയാണ്. അവർ തന്നെ ഒരു ഇൻഫ്ലുവൻസറായിട്ട് മാറി അവരൊരു സ്റ്റോറി ടെല്ലിംഗ് കോൺസെപ്റ്റിൽ അവരുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പോകുമ്പോഴത്തേക്ക് മുമ്പ് കാലത്ത് സാധാരണ ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻസ് കൂടുതലും വരുന്നത് പത്രമാധ്യമങ്ങൾ വഴിയായിരുന്നു. അതിനുശേഷം അത് ടെലിവിഷനിലേക്ക് മാറി. പരസ്യങ്ങളിൽ കൂടിയാണ് ആൾക്കാർ ഓരോ പ്രോഡക്റ്റിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം നമ്മളിപ്പോൾ കോവിഡ് കാലം തുടങ്ങി ഇങ്ങോട്ടേക്ക് ചിന്തിക്കുമ്പോൾ ആളുകൾ മുഴുവൻ, അത് പ്രായഭേദമന്യേ, ചെറുപ്പം തുടങ്ങി പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെ എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവില്ല, പക്ഷേ എന്തായാലും പ്രായമുള്ള ഏതൊരാൾക്കും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവും. അവർ വീഡിയോസ് കാണുന്നുണ്ടാവും, റീൽസ് കാണുന്നുണ്ടാവും, യൂട്യൂബ് വീഡിയോസ് ലൈക്ക് ചെയ്യുന്നുണ്ടാവും, പാചക ടിപ്സുകളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അതൊരു വലിയ സാധ്യതയാണോ? നമ്മുടെ ഏതൊരു പ്രോഡക്റ്റിനെയും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സാധ്യതയാണോ? അതിനെ ഞാൻ ഒരു രീതിയിൽ പറയാം. ശരിക്കും സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചേഞ്ച് വന്നത് ആഫ്റ്റർ കൊറോണയാണ്. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള 60 വയസ്സ് കഴിഞ്ഞ ആൾ പോലും ഫോണിലൂടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് വാട്സപ്പ് വലിയൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ശരിക്കും ആദ്യമേ ഫേസ്ബുക്കാണ് ഉണ്ടായിരുന്നത്, പിന്നീട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പർച്ചേസ് ചെയ്യപ്പെടുന്നു, പിന്നീട് വാട്സപ്പും ഇത് പർച്ചേസ് ചെയ്യപ്പെട്ടു. ഇത് മെറ്റ എന്ന് പറഞ്ഞ കമ്പനിയുടെ അണ്ടറിലാണ് ഈ 3 പ്ലാറ്റ്ഫോമും ഉള്ളത്. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റുകൾ എങ്ങനെ വിൽക്കണമെന്ന് ചോദിച്ചാൽ ഫേസ്ബുക്കിലുള്ള കസ്റ്റമർ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് ഒരു 40 കഴിഞ്ഞിട്ടുള്ള അല്ലെ 35+ ആണ് അവിടെയുള്ള കസ്റ്റമേഴ്സ് ഉള്ളത്. ഒരു 30-35 വരെയുള്ള ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണ്, സർവീസ് എന്താണെന്ന് നോക്കിയിട്ട് ആ കസ്റ്റമറിനെ മനസ്സിലാക്കണം ആദ്യമേ. ശരിക്കും ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യണം നമുക്ക് ആദ്യമേ അറിയേണ്ടത് നോ യുവർ കസ്റ്റമർ എന്നാണ് പറയുന്നത്. അവരുടെ ഏജ് എന്താണ്, അവരെന്ത് ബിഹേവിയർ ആണ്, അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള പ്ലാറ്റ്ഫോമിൽ വേണം നമ്മൾ പരസ്യം ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും. സാധാരണ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് കമ്പനികളാണ്, അവരുടെ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ഉൾപ്പെടെ ഈ ഫേസ്ബുക്ക് വഴിയുള്ള വിവരങ്ങൾ അറിയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകത തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ അവയർനെസ്സും അത്യാവശ്യം അത് ഉപയോഗിക്കാൻ വേണ്ടി ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതും. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മീൻ വിൽക്കുന്ന ഒരാൾക്ക് പോലും ഇതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താം. വാട്സപ്പിൽ നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടി നമുക്ക് 1 രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. നമ്മളുടെ കസ്റ്റമർ നമ്പേഴ്സ് ഓൾറെഡി ഈ ഒരു മീൻ വിൽക്കാൻ വരുന്ന ആളുടെ കൈവശം ഉണ്ടാവും. അയാൾക്ക് അന്ന് രാവിലെ കിട്ടുന്ന ഫ്രഷ് മീനിൻ്റെ ലിസ്റ്റ്, അതിൻ്റെ പ്രൈസ് കൊടുത്താൽ അയാൾ അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പെട്ടിക്കകത്തുള്ള സാധനം വിൽക്കാൻ പറ്റും. കാരണം അതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മുടെ ഇവിടുത്തെ ആളുകൾ അത് തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. അത് പക്ഷേ ശ്രീധരൻ പറഞ്ഞതുപോലെ നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് പോലും ഇന്ന് വിൽക്കപ്പെടുന്നുണ്ട്. ഫേസ്ബുക്കിൽ ഇപ്പോൾ ശ്രീധരൻ്റെ വീട്ടിൽ
ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഇട്ടാൽ മേടിക്കാൻ ആളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്കിതിനെ ഞാൻ പറയുള്ളൂ, നമുക്ക് നമ്മുടെ സമയം കളയുന്നതിനപ്പുറം നമുക്കൊരു വരുമാനം തരുന്നതിൽ 1 രൂപ പോലും മുടക്കാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ശ്രീധേട്ട. തീർച്ചയായിട്ടും. പിന്നെ സാധാരണക്കാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് അത്രമാത്രം ടെക്നോളജി എളുപ്പമായിട്ടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയ പാടായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമ്മൾ പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് പൈസ മുടക്കുണ്ട്. അതില്ലാത്ത രീതിയിലും നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ഒരു ചെറിയ സിമ്പിൾ ലെവലിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാട് കർഷക ഗ്രാമമാണല്ലോ. നമ്മുടെ കർഷക നാടുകളിലൊക്കെ ഇപ്പോൾ ജൈവ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഗ്രൂപ്പിലേക്ക് ഇടുന്നു. ഇന്നത്തെ ദിവസം ഇത്ര സാധനങ്ങൾ അവൈലബിൾ ആണെന്ന് പറയുന്നു. നിമിഷങ്ങൾക്ക് കച്ചവടമായി പോകുന്നുണ്ട്. അതുപോലെ മക്കൾ നാട്ടിലില്ലാത്ത വീട്ടിലില്ലാത്ത പല കുടുംബങ്ങളിലും വിദേശത്ത് നിന്നുകൊണ്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ മീൻ ഓർഡർ ചെയ്ത് കട്ട് ചെയ്ത് വൃത്തിയാക്കി അവർ പറയുന്നതിന് അരമണിക്കൂറിന് ശേഷം വീട്ടിലേക്ക് കൃത്യമായിട്ട് ആ മീൻ എത്തിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വലിയൊരു സാധ്യതകളായി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും അത് എത്രമാത്രം നമുക്കത് എല്ലാവരെയും നമുക്കെപ്പോഴും നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് എത്രമാത്രം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു, അത് എത്രമാത്രം ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിനൊക്കെ സാധ്യതകൾ എന്തൊക്കെയാണ്? അത് ഞാൻ പറയും, ഏതൊരു കാര്യത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ അതിനകത്തിൽ പോസിറ്റീവ് സൈഡ് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ അതിൽ എഫേർട്ട് എടുത്താൽ നമുക്കതിനെ ഈ പറയുന്ന രീതിയിലോട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മളെപ്പോഴും പറയുന്നത്, നമ്മൾ കുട്ടികളോടാണെങ്കിലും പറയുന്നത് ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ നമുക്കൊരു വരുമാനം തരാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു അറിവ് നേടിയെടുക്കാൻ വേണ്ടിയും ഉപയോഗിക്കാം എന്നുള്ളത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന യൂട്യൂബ്. ശരിക്കും യൂട്യൂബിനകത്തും ബിസിനസ് നടക്കുന്നുണ്ട് നമ്മളറിയാതെ. യൂട്യൂബിൽ വരുന്ന കണ്ടന്റിന് ഭയങ്കര ആധികാരികത കൂടുതലാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഇപ്പം അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ട് കാണുമ്പോൾ യൂട്യൂബിൽ നമ്മളൊരു ഇൻഫർമേഷൻ തരുന്ന മീഡിയ ആയിട്ടാണ് കാണുന്നത്. അവിടെയും നമ്മളറിയാതെ ഒരു വലിയ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പൊ സിനിമ, ഇപ്പൊ ശ്രീധരൻ സിനിമ കാണാൻ പോകുന്ന ഒരാളാണ്. സിനിമ ശരിക്കും എങ്ങനെയാണ് കാണുന്നത്? ആദ്യ ഷോയിൽ കാണുമോ അതോ സിനിമ കണ്ടു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഈ റിവ്യൂസ് എന്താണ് പറയുന്നതെന്ന് നോക്കിയിട്ടാണോ? സാധാരണ ഇപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ ആയിരിക്കാം. ഒരു സിനിമയുടെ റിവ്യൂ നോക്കി, റേറ്റിംഗ് നോക്കി, കമന്റ്സ് ഒക്കെ വായിച്ചതിന് ശേഷമാണ് നമുക്ക് എന്നാൽ പോയേക്കാം എന്ന് നമ്മൾ വിചാരിക്കുക. ശ്രീധരൻ റിവ്യൂ കണ്ടിട്ട് പോയ പടം ചിലത് മോശമാവാം, ചിലത് നല്ലതാവാം. അവർ ചിലപ്പോൾ മോശം പറഞ്ഞ സിനിമ നല്ലതാവാം. അതും ഒരു മാർക്കറ്റിംഗ് ആണ് ശരിക്കും. പക്ഷെ അതൊരു ട്രസ്റ്റഡ് അല്ലെ, ആ ഒരു പ്ലാറ്റ്ഫോമിലുള്ളൊരു ട്രസ്റ്റാണ്. അതായത് യൂട്യൂബിൽ വരുന്ന ഇൻഫർമേഷൻ കുറച്ചുകൂടെ ശരിയായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സാധ്യത അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ശ്രീധരൻ പറഞ്ഞതുപോലെ ഈ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഓരോ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ് ഉള്ളത്. ആ ഒരു ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതിനെ നമ്മുടെ ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിലെ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ രീതിയിൽ കണ്ടന്റ് ചെയ്യണം. ഇപ്പം നമുക്ക് ഒരു മാർക്കറ്റിംഗ് നെയിമിൽ പറയുകയാണെങ്കിൽ ബ്രാൻഡ് അവയർനെസ് സോഷ്യൽ മീഡിയ വഴി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പണ്ട് കാലത്ത് വലിയ ബോർഡുകൾ പത്രത്തിൽ പരസ്യം, ടി വിയിൽ പരസ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇന്നതുണ്ട്. നമ്മൾ ഇതെല്ലാം വേണം. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് വളരെ ചെറിയ എമൗണ്ടിൽ പരസ്യം ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ സാധാരണ കൃഷി ചെയ്യുന്ന ആൾക്കും ഈ പഠിച്ച് അവർക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങി പരസ്യം ചെയ്യാം. മനസ്സിലായോ? അതിന് വലിയൊരു സെലിബ്രിറ്റീനെ കൊണ്ടുവരണ്ട. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഇൻഫ്ലുവൻസർമാരാണ്. നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാം. നമ്മുടെ ബ്രാൻഡിൻ്റെ ഫേസ് നമ്മളാണ്. അങ്ങനെ ഒരുപാട് സാധാരണക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവൻ തുടങ്ങുമ്പോൾ പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പെട്ടെന്ന് സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കാരണം വളരെ വലിയൊരു കോമ്പറ്റീഷനാണ്. കാരണം നമ്മുടെ കണ്ടന്റ് റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തപ്പെട്ടതിന് ശേഷവും നമുക്ക് അതിൽ നിന്ന് ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിന് കുറച്ച് സമയം എടുക്കും. ആ സമയം നമുക്ക് ഇല്ലാത്തതാണ് നമ്മുടെ പല ആളുകളുടെയും ഇതിൽ പരാജയപ്പെട്ട് പിന്നോട്ട് പോകുന്നതിന് കാരണം. തീർച്ചയായിട്ടും സമയത്തെ പറ്റി പറഞ്ഞപ്പോഴാണ്, പണ്ടൊക്കെ മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തത് ഹോർഡിങ്സുകളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെയാണ്. പലപ്പോഴും നമ്മൾ കുടുംബമായിട്ടോ അല്ലെങ്കിൽ ജോലിയായിട്ട് ബന്ധപ്പെട്ടോ പുറത്തേക്ക് പോകുമ്പോൾ ആ തിരക്കിനിടയിലാണ് നമ്മൾ സാധാരണ എപ്പോഴും ഈ ബോർഡിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്, ഹോർഡിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ മാറി. ഇന്ന് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പല വീടുകളിലും രാവിലെ 7 മണിക്ക് ചായ കുടിക്കുമ്പോൾ ആ ഒരു 15 മിനിറ്റ് അവൻ നമ്മുടെ വാട്സപ്പിലെ റീൽസുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റസുകൾ മാറി വാട്സപ്പിലെ റീൽസുകൾ മാറി നോക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവനെ സ്പാർക്ക് ചെയ്യുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് രാവിലെ പ്രഭാത സമയങ്ങളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആ പ്രോഡക്റ്റിനെ പറ്റി ആലോചിക്കുകയും അവൻ്റെ മനസ്സിൽ കുറച്ചധികം നേരം നിൽക്കുകയും ചെയ്യും. വളരെ എക്സ്പെൻസ് കുറച്ചിട്ട് അവൻ ചെയ്യുന്ന ഒരു ചെറിയ വാട്സപ്പ് സ്റ്റാറ്റസ്, അതിന് കിട്ടുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും അത്തരം സാധ്യതകൾ പരമാവധി യൂസ് ചെയ്യേണ്ടതാണല്ലേ? അതെ, ഉറപ്പായിട്ടും.
ഇപ്പോൾ ഒരു രീതിയിൽ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഫോണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഫംഗ്ഷന് പോവുകയാണ്, നിങ്ങൾ JCA മെമ്പേഴ്സ് എല്ലാവരുടെ കൂടി ഒരു ടൂർ പ്ലാൻ ചെയ്യുമെന്ന് വിചാരിക്കുക. ആ ടൂർ ഉദ്ദേശിക്കുന്നത് ബാങ്കോക്കിലേക്കാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടക്കുക, JCAയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു മീറ്റിങ്ങിൽ ഡിസ്കഷൻ നടക്കുക. പിന്നീട് നിങ്ങൾ വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ തുറക്കുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കോക്കിൻ്റെ പരസ്യം നിങ്ങൾ കാണും. തീർച്ചയായിട്ടും. കാരണം ഈ ഫോണ് നമ്മളെ ഫുൾ ടൈം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫോൺ അറിയുന്നുണ്ട്, നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന മെസ്സേജുകൾ അറിയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി തിങ്ക് ചെയ്യുന്ന ആളിലേക്ക് ഇത് പ്രൊഡക്റ്റ് കൊണ്ട് കാണിക്കുക. അത് പെട്ടെന്ന് നമ്മളെ അതും ഒരേ സമയത്ത് ഒരു 5 കമ്പനികളുടെ കാണിക്കും. അതിൽ നമ്മളൊരു ലീഡ് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും ആദ്യമേ നമ്മളെ ആരാണ് കോൺടാക്ട് ചെയ്ത് കൺവിൻസ് ചെയ്യുന്നത് അയാൾക്ക് ആ പ്രോഡക്റ്റ് സെല് ചെയ്യപ്പെടുകയാണ്. അത് മാത്രമല്ല കാണുന്നത്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവും. അവർ പോയിട്ടുള്ള യാത്രകൾ നമ്മളിലേക്ക് എത്തി കാണിക്കും. വളരെ വേഗത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇവരുടെ കയ്യിൽ ഫുൾ ഡേറ്റ ഇരിക്കുകയാണ്, നമ്മളുടെ എല്ലാ ഡേറ്റ ഇരിക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള അൽഗോരിതവും സ്ട്രാറ്റജിയും വെച്ചിട്ട് ഇവർ നമ്മളെ പരസ്യം കാണിക്കും. അങ്ങനെ തീർച്ചയായിട്ടും നാം എല്ലാം കാണുന്നതാണ്. കൃത്യമായിട്ട് ജോജു സാർ പറഞ്ഞത് കൃത്യമാണ്. കാര്യം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവരും നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വീണ്ടും നമുക്ക് പരസ്യങ്ങളായിട്ട് വരിക. അതൊരു വലിയ സാധ്യതയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാറേണ്ടതല്ലേ? നമ്മൾ ബിസിനസ് ചെയ്യുന്ന അത് വലിയ ആളായിക്കോട്ടെ ചെറിയ ആളായിക്കോട്ടെ, നാം എല്ലാം ആ പ്ലാറ്റ്ഫോമിലേക്ക് മാറേണ്ടതല്ലേ? അങ്ങനെ മാറിയാലല്ലേ നമുക്കും മുന്നോട്ടുള്ള ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കുകയുള്ളൂ. ശരിയാണ്. ഇപ്പോൾ നമ്മൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇത് വേണ്ട എന്ന് വെച്ചുകൊണ്ടിരുന്ന അവർ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകത്തേ ഉള്ളൂ. ഇന്ന് ആമസോൺ വന്നു, ഫ്ലിപ്കാർട്ട് വന്നു, ഫ്രഷ് ടു ഹോം വന്നു, ഇങ്ങനെ പല കമ്പനികളും വന്നു. അപ്പോൾ നമ്മളവിടെ ആ കമ്പനികളെ ബ്ലെയിം ചെയ്ത് അത് കൊള്ളത്തില്ല, ഞങ്ങളുടെ അന്നം മുടക്കി എന്ന് പറഞ്ഞ് സമരം ചെയ്യാതെ ഈ പ്ലാറ്റ്ഫോമുകളെ എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പം ശ്രീധേട്ടൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, തീപ്പെട്ടിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ തീപ്പെട്ടി ആമസോണിലൂടെ കച്ചവടം ചെയ്യാൻ വേണ്ടി സാധിക്കും. ആമസോൺ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണ്ട പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. അത് ചെയ്തതിന് ശേഷം വിറ്റതിന്റെ കമ്മീഷൻ കൊടുത്താൽ മതി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആമസോണിൽ വിൽക്കപ്പെടുന്ന പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് ചിപ്സ്. അതും നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഒരു ഹോം മേക്കറാണ് ആ ചിപ്സ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ നോക്കിക്കേ, നമ്മുടെ ചാണകം എന്ന് പറയുന്ന സാധനം അത് ആമസോണിൽ വലിയ വിലക്കാണ് വിൽക്കുന്നത്. ചക്കക്കുരു എന്താ പ്രോഡക്റ്റ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ട്രോളിൽ കണ്ടിട്ടുണ്ട്, ഇതിന്റെ വില കണ്ടോ എന്ന് പറഞ്ഞിട്ട് ട്രോൾ കണ്ടിട്ടുണ്ട്. അതേപോലെ വെറും മണ്ണ്, അത് നമ്മുടെ ശരിക്കും വഴുത്തല പോലെ സ്ഥലത്ത് നല്ല കർഷക ഭൂമിയാണ് വഴുത്തല. അവിടുത്തെ മണ്ണ് പാക്കറ്റിലാക്കി വിറ്റാൽ നമുക്ക് പൈസ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ പറഞ്ഞത് ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താത്തവർ ഇതിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ നിർബന്ധമായിട്ടും അയാളൊരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ടായിരിക്കണം. ഫേസ്ബുക്ക് ഉണ്ടായിരിക്കണം, ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരിക്കണം, അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ യൂട്യൂബ് ഉണ്ടായിരിക്കണം. ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ കച്ചവടം കൊണ്ടെത്തരുമെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾ ഡെയിലി ഒരു പോസ്റ്ററായിട്ടോ നിങ്ങളുടെ ഒരു സ്റ്റോറി ആയിട്ടോ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഒരു ബ്രാൻഡ് അവയർനെസ് അവിടെ നടക്കും. മനസ്സിലായോ? അതിനുശേഷം വേണം നമ്മളുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് പറയുന്നത്. ഈ മുളക് പെട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അവർ ആണ് ഒരു പരിധി വരെ, എൻ്റെ അറിവ് വെച്ചിട്ടാണെങ്കിൽ അവരാണ് ഈ സ്റ്റോറി ടെല്ലിംഗ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് ഇപ്പം എങ്ങനെയാണ് ഒരു ബിസിനസ് ആരംഭിക്കുന്നത്, അതിനുവേണ്ടി എന്തൊക്കെ സ്ട്രഗിൾ നേരിടുന്നുണ്ട്, ആളുകൾക്ക് മറ്റൊരാളുടെ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായോ? പക്ഷെ അവരുടെ പ്രൊഡക്റ്റ് ആണ് ആദ്യം അവര് കൊണ്ടുവന്നിരുന്നതെങ്കിൽ അവരെ ഫോളോ ചെയ്യാൻ ആരും ഉണ്ടാവത്തില്ല. ഇവരുടെ സ്ട്രഗിളും ഇവരെടുക്കുന്ന എഫേർട്ടും ഒക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അവർ നമ്മളിൽ ഒരാളായിട്ട് മാറുക. ശരിക്കും ആ ബിസിനസ് ചെയ്യുന്നത് നമ്മളായിട്ട് നമുക്ക് തോന്നിപ്പിക്കും. എന്നിട്ടാണ് അവർ അവരുടെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ ചെറുകിട കർഷകർക്കും അല്ലെങ്കിൽ ചെറുകിട ഷോപ്പ് നടത്തുന്നവർക്കും ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താം. നിസ്സാരം പറഞ്ഞാൽ ഈ പറയുന്ന വാട്സപ്പിന്റെ സാധ്യത പ്രയോജനപ്പെടുത്താം. വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് ഒറ്റയടിക്ക് ഓഫേഴ്സ് എത്തിക്കാൻ വേണ്ടി പറ്റും. ഇതിനേക്കാൾ വലിയ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പിന്നീടൊരു ദിവസം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കാരണം ഓരോ പ്ലാറ്റ്ഫോമുകളുടെയും സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് സംസാരിക്കാം. പിന്നെ AI ടെക്നോളജി നിലവിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ ഇപ്പോൾ ഒരു പോസ്റ്റർ മേക്ക് ചെയ്യുന്നതായിക്കോട്ടെ, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, നമുക്കൊരു റിസർച്ച് ഇപ്പം ഈ പറയുന്ന എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാമെന്ന് ChatGPTയോടോ ജെമിനിയോടോ ചോദിച്ചാൽ പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് അതേപടി തന്നെ റിപ്ലൈ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഒരു പോസ്റ്റേഴ്സ് വേണമെങ്കിലും വീഡിയോസ് വേണമെങ്കിലും നമുക്ക് ജനറേറ്റ് ചെയ്യാം, പോസ്റ്റർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ചിലർ തോന്നുന്നു എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയണം, അല്ലെ പ്രോഗ്രാമിംഗ് വേണം. ഒരു പ്രോഗ്രാമിംഗും വേണ്ട, ജെമിനിയിലൊക്കെ നമ്മുടെ ഓൺ വോയിസിൽ കൊടുത്താൽ
ഏകദേശം കൃത്യമായിട്ടൊരു സാധനം ഔട്ട്പുട്ട് കിട്ടും. അത് പ്രാക്ടീസ് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രം. ഇവിടെയൊക്കെ നമ്മുടെ തലമുറ, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം നേരിടുന്ന വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്, ജോജോ സാർ ആദ്യം പറഞ്ഞതുപോലെ 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ പലപ്പോഴും ഗൂഗിൾ പേ അക്കൗണ്ടുകൾ ഇല്ലാത്ത കടകൾ ഇപ്പോഴും നമ്മുടെ നാടുകളിലുണ്ട്. നമ്മൾ സാധാരണ ചെറിയ കടകളാവാം, ഒരു ദിവസം കൂടി വന്നാൽ 1000 രൂപയുടെ കച്ചവടം നടക്കുന്ന കടകളാവാം. അവിടെയൊന്നും നമ്മൾ ഗൂഗിൾ പേ ഇല്ല എന്ന് പറയുമ്പോൾ ആ കടയിലേക്ക് ആ ആൾ വീണ്ടും വരാതിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് അവർക്ക് കച്ചവടം കുറയുന്നതല്ലാതെ അത് ഒരിക്കലും മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ അത്തരം ആളുകളെ കൂടി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്താലാണല്ലോ നമുക്ക് നമ്മുടെ മൊത്തം സൊസൈറ്റിയെ ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെ പറ്റി മുഴുവൻ ഉൾപ്പെടുത്തി അവരെ കൂടി കരപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ശരി, അതായത് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളൊരു സാധാരണ ഒരു പ്രശ്നമാണ്, എന്ത് പുതിയ ടെക്നോളജി വന്നാലും നമ്മൾ അതിനെ എതിർക്കുന്നവരാണ്. അപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പം നമ്മുടെ കേരളത്തിൽ സമരം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ എതിർക്കും, പിന്നീട് ഇരു കൈ നീട്ടി സ്വീകരിക്കും. എപ്പോഴും നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് പോവുക, എപ്പോഴും നമ്മൾ മുന്നിൽ ഓടിയാൽ മാത്രമേ നമുക്കിതിൻ്റെ ഗുണഭോക്താവാൻ പറ്റത്തുള്ളൂ. ഒരു പരിധി വരെ ഈ പറയുന്ന ബാങ്കിലൂടെ പൈസ കടന്നു പോവുക എന്നുള്ള ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു ഡിസിഷനാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ UPI പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ പോലും കാശ് കയ്യിൽ കരുതുന്നത് വളരെ കുറവാണ്, എല്ലാം നമ്മൾ ഇത് ചെയ്യുവാണ്. അപ്പം തീർച്ചയായിട്ടും ഇവരിതിലേക്ക് കടന്നു വരണം. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് MSME അങ്ങനെയുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള സംഘടനകളും ഇങ്ങനെ ഓറിയന്റേഷൻ കൊടുത്താൽ JCI പോലുള്ള സംഘടനകൾ ഒരു PR-ന്റെ ഭാഗമായിട്ട് അങ്ങനെ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. തീർച്ചയായിട്ടും അത് ജൂനിയർ ചെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നല്ല മുന്നേറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന സംഘടനകളാണ്. പലപ്പോഴും നമ്മൾ ട്രെയിനിങ്ങൾ കൊടുക്കുന്ന പല മേഖലകളിലാണ്. പക്ഷേ തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു മേഖലയായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും സോഷ്യൽ മീഡിയ അവെയർനെസ്സും വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത്തരം പ്രോഗ്രാമുകളൊക്കെ JCIക്ക് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും സംഘടിപ്പിക്കേണ്ടതാണ് എന്ന് കൂടി വിചാരിക്കുകയാണ്. കാര്യം ഞാൻ ആദ്യം പറഞ്ഞൊരു കാറ്റഗറി അവിടെ എപ്പോഴും മാറി നിൽക്കുന്നു. പുതിയ തലമുറ പുതിയ ബിസിനസ് ആരംഭിക്കുമ്പോൾ അവരെപ്പോഴും സോഷ്യൽ മീഡിയ സാധ്യതകളൊക്കെ പഠിച്ച് പരീക്ഷിച്ച് മുന്നോട്ട് വരുന്നു. അവർ കോമ്പറ്റ് ചെയ്യുന്നത് പഴയ തലമുറയോടാണ്. ആ പഴയ തലമുറയ്ക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് പോലും ഇല്ലാത്ത തലമുറയാണ്. അവരെ ബീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള വേറൊരു മേഖലയിലെ ആളുകളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഒരു സോഷ്യൽ ഇൻബാലൻസ് അവിടെ വരും. തീർച്ചയായിട്ടും അവരെ കൂടി ഉദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്ന് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. ഞാനും അതിന് നിങ്ങളെ സഹായിക്കാം. കാരണം അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി നമ്മൾ ഓറിയൻറ്റേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട നമ്മളുടെ സപ്പോർട്ടുകൾ, അത് വളരെ എളുപ്പമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ബാങ്കിലെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന മൊബൈൽ സിം കാർഡിലെ നമ്പർ തന്നെ, ഫോണിലെ നമ്പർ തന്നെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി നാടകീയമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പടി കൂടി അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി. ഈ പറയുന്ന ആളുകൾക്കെല്ലാം സ്മാർട്ട് ഫോണും വലിയ ഫോണുകളും എല്ലാം ഉണ്ട്. പക്ഷേ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരത് കുട്ടികൾക്ക് റീൽസ് കാണാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമുക്കൊരു വലിയ മാറ്റം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, ഇല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ഈ റീൽസ് കാണുന്നതിനപ്പുറം ആ റീൽസിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള തിരിച്ചറിവ് ആദ്യമേ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ശ്രമിച്ചു തുടങ്ങും. ഈ പറഞ്ഞ 40-50 കഴിഞ്ഞ ആളുകൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്തുന്നവരുണ്ട്. അപ്പോൾ അത് അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് ആ മേഖലയിൽ സക്സസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്കും ഇവർക്കൊരു അവയർനെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്കത് ചെയ്യാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിനും അപ്പുറത്ത് വാട്സപ്പാണ് കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊക്കെ വാട്സപ്പിനെ പറ്റി പറയുമ്പോൾ ഒരു സാധാരണ വാട്സപ്പാണല്ലോ നമ്മളെല്ലാം കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്ത് ഒരു വാട്സപ്പ് ബിസിനസ് എന്ന അക്കൗണ്ട് ഉണ്ടെന്നും അതിന് സാധ്യതകളുണ്ടെന്നും പലപ്പോഴും നമ്മളിൽ പലർക്കും അറിയുന്നുണ്ടാവില്ല. അതിനെപ്പറ്റി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. കാരണം അതിനെപ്പറ്റി വലിയ അറിവോ അല്ല അതിനെപ്പറ്റി വലിയ ടെക്നിക്കൽ ഐഡിയ ഒന്നും ഇല്ലാതെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എല്ലാ ഫോണുകളിലും ആൻഡ്രോയിഡ് ഫോണുകളും ബൈ ഡിഫാൾട്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഫാമിലി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പഴയ സ്കൂൾ ഗ്രൂപ്പുകൾ, പണ്ട് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് വാട്സപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ലെ പണ്ട് ഇമെയിൽ അയച്ചുകൊണ്ടിരുന്നത് മാറി വാട്സപ്പായി. ഇപ്പം ഒഫീഷ്യൽ ചാറ്റുകൾ ഇതെല്ലാം നമ്മൾ വാട്സപ്പിലോട്ട് മാറി. സാധാരണക്കാർ ഉപയോഗിക്കുന്നത് വാട്സപ്പ് മെസ്സഞ്ചർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. അതിൽ ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് കോൾ ചെയ്യാം, നോർമൽ കോൾ ചെയ്യാം, വാട്സപ്പ് കോൾ ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം. അതിനൊക്കെ അപ്പുറം ബിസിനസ്സുകാരായിട്ടുള്ളവർ ഉപയോഗിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം വാട്സപ്പ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്.
അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് പ്രൊഫൈൽ അവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ബിസിനസ്സിൻ്റെ നെയിം, വെബ് അഡ്രസ്സ്, നമ്മുടെ ലൊക്കേഷന്, അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ അടുത്തൊരു കസ്റ്റമർ ഒരു എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ റിപ്ലൈ എന്ന് പറയുന്ന ഫീച്ചർ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് ലേബൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു എൻക്വയറി വന്നു, അതൊരു പുതിയ കസ്റ്റമറാണ്, അല്ലെങ്കിൽ ആ കസ്റ്റമർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണ്, അങ്ങനെ നമുക്ക് ലേബൽ ചെയ്ത് കസ്റ്റമേഴ്സിനെ കാറ്റഗറി ചെയ്ത് വീണ്ടും ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ പ്രൊഡക്റ്റ് സർവീസ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ അവർക്കൊരു കാറ്റലോഗ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഈ 2 വാട്സപ്പ് പ്ലാറ്റ്ഫോമുകളാണ് സാധാരണ ബിസിനസ്സുകാർക്ക് ഉപകാരപ്പെടുന്നത്. മൂന്നാമത് ഒരു വാട്സപ്പ് കൂടിയുണ്ട്. നമ്മളത് ഉപയോഗിക്കാൻ സാധ്യതയില്ല, പക്ഷേ ആ വാട്സപ്പ് നമ്മൾ കാണാനും അല്ലെ നമ്മളിലേക്ക് മെസ്സേജ്, ആ വാട്സപ്പിലൂടെ മെസ്സേജ് എത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. വാട്സപ്പ് API എന്ന് പറയും. അത് വെബ്സൈറ്റുകളും അല്ലെ നമ്മളുടെ ERP സോഫ്റ്റ്വെയർസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് API എന്ന് പറയുന്നത്. അതിലൂടെയാണ് ബൾക്ക്, നമുക്കിപ്പോൾ മൈജിയിൽ നിന്നും റിലയൻസിൽ നിന്നുമൊക്കെ ബൾക്ക് മെസ്സേജുകൾ അല്ലെ അവരുടെ ഓഫേഴ്സ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മളിലേക്ക് എത്തുന്നത് ഈ API ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ആദ്യം പറഞ്ഞ 2 വാട്സപ്പ്, ഒന്ന് നമ്മളുടെ പേഴ്സണൽ യൂസിന്, രണ്ടാമത്തത് നമ്മളുടെ ഫ്രീലാൻസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ചെറിയ ബിസിനസ് ചെയ്യുന്നവർ യൂസ് ചെയ്യേണ്ടതാണ് വാട്സപ്പ് ഫോർ ബിസിനസ്. ഇതിനെപ്പറ്റിയൊക്കെ ഒരു 2 മണിക്കൂറല്ല, ഒരു ദിവസം ഫുള്ളിരുന്ന് ഒരു സബ്ജക്റ്റിനെ പറ്റി തന്നെ സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു പോഡ്കാസ്റ്റിലൂടെ ഓരോ സബ്ജക്റ്റിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ ഒരു സാധ്യതകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയതെങ്കിൽ ഈ സംസാരം അവസാനിക്കുന്നത് അതിൻ്റെ അനന്ത സാധ്യതകളെ പറ്റി പറഞ്ഞു വെച്ചുകൊണ്ടാണ്. സോഷ്യൽ മീഡിയയിലെ ഓരോ കാര്യങ്ങളും വ്യക്തമായി വളരെ വൃത്തിയായി ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നന്നായി നമുക്ക് സാധ്യതകളുണ്ട്, ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ജോജു സാർ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലെ ഓരോ മേഖലകളെ പറ്റിയും, ഫേസ്ബുക്കിനെ പറ്റിയും ഇൻസ്റ്റഗ്രാമിനെ പറ്റിയും വാട്സപ്പിനെ പറ്റിയും അതിൻ്റെ സാധ്യതകളെ പറ്റിയെല്ലാം വ്യത്യസ്ത ടോപ്പിക്കുകളായി നമുക്കിനി സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിലൂടെയാണ് നമുക്ക് കൂടുതലും ഒരു അവയർനെസ് കൊടുക്കാൻ സാധിക്കുക. ഇന്നത്തെ ഈ ദിവസം JCI വഴിത്തലടി ഇനിഷ്യേറ്റീവായ JCI കണക്റ്റിൻ്റെ കീഴിൽ ഇന്ന് ഞങ്ങളോട് ഈ പോഡ്കാസ്റ്റിൽ സംസാരിച്ച, ഇത്രയും വിശദമായ കാര്യങ്ങൾ സംസാരിച്ച ജോജോ കുമ്പളത്താനത്തിന് JCI വഴിത്തലയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.